നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലൈംഗിക ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. പരാതിയോ കേസോ ഇല്ലാത്തതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ. ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടിയെന്ന് VD സതീശൻ. രാജിക്കായി പ്രതിഷേധം തുടരുമെന്ന് CPM-ഉം BJP-യും. പ്രതികരിക്കാതെ രാഹുൽ. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നീക്കം തുടർന്ന് സംസ്ഥാന സർക്കാർ. മുൻ DGP ഷേഖ് ദർവേസ് സാഹിബ് നൽകിയ 2 റിപ്പോർട്ടുകൾ DGP റവാഡ ചന്ദ്രശേഖറിന് തിരിച്ചയച്ചു. പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ. അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ അജിത് കുമാർ ഹൈക്കോടതിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി. വിവരങ്ങൾ പുറത്ത് വിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കി. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ 10-12 ക്ലാസ് പരീക്ഷകളുടെ വിശദാംശങ്ങളും കോടതി തടഞ്ഞു. കുവൈറ്റിൽ സമുദ്ര പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് എൻവയോൺമെന്റ് പബ്ലിക് അതോറിറ്റി. കടൽ മനഃപൂർവ്വം മലിനീകരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 4 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. 2 ആഴ്ചക്കിടെ കൊല്ലപ്പെട്ടത് 8 മാധ്യമപ്രവർത്തകർ. തുടർച്ചയായ ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങി കോൺഗ്രസിൽ നിന്നും സസ്പെൻഷൻ ഏറ്റുവാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം MLA പദവി രാജിവെക്കേണ്ടതില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിന് നിയമസഭാ കക്ഷി അംഗത്വവും ഉണ്ടാകില്ല. രേഖാമൂലം പരാതി ഇല്ലാത്തതിനാൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. 2 ദിവസം നീണ്ടുനിന്ന ആകാംക്ഷയ്ക്കൊടുവിൽ അത്യന്തം നാടകീയമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചു. MLA സ്ഥാനം രാഹുൽ ഒഴിയേണ്ടതില്ല. പകരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നിയമസഭാ കക്ഷി അംഗമായും തുടരാനാകില്ല. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും രാഹുലിന് വിലക്കേർപ്പെടുത്തുകയും അവധിക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും. KPCC അധ്യക്ഷൻ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. രാഹുലിനെതിരെ രേഖാമൂലം ഒറ്റ പരാതി പോലും ഒരിടത്തും ലഭിച്ചിട്ടില്ല എന്ന ന്യായീകരണം നിരത്തിയാണ് MLA പദവി നേതൃത്വം സംരക്ഷിക്കുന്നത്. അതേസമയം ആരോപണം ഉയർന്നപ്പോൾ തന്നെ അത്യന്തം മാതൃകാപരമായ ആർജവമുള്ള നടപടി സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞുവെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതുവരെ പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല. എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് എവിടെയെങ്കിലും മുറിവേറ്റു എന്ന് തോന്നിയാൽ ആ നിമിഷം ഉചിതമായ നടപടിയെടുക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതായി പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണ്. സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. പുറത്തുനിന്നുള്ളവരെക്കാൾ ശക്തമായി പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയിട്ടും അപ്രതീക്ഷിതമായാണ് ട്വിസ്റ്റ് ഉണ്ടായത്. രാജിയുടെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചത്. ഇപ്പോൾ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പോലും കോൺഗ്രസ് വരുത്തിവെച്ചതെന്ന ആക്ഷേപം നേരിടുന്ന വേളയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തലുമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ BJPക്ക് ഗുണം ചെയ്യുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. BJPക്ക് നിയമസഭയിലെത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ അത് 2026 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന വിലയിരുത്തലുമുണ്ടായി. കൂടിയാലോചനകൾക്കൊടുവിൽ MLA പദവിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു കോൺഗ്രസ്. ഒരു പരാതി പോലും ലഭിക്കാതിരുന്നിട്ടും പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവിനെ സസ്പെൻഡ് ചെയ്യാൻ എടുത്ത ആർജവം മറ്റേത് പാർട്ടിക്ക് അവകാശപ്പെടാനുണ്ടെന്ന ചോദ്യമുയർത്തിയാകും രാഷ്ട്രീയ പ്രതിയോഗികളെ കോൺഗ്രസിനെ നേരിടുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ 6ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും എത്താതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞുമാറി. ഒടുവിൽ സസ്പെൻഷൻ വാർത്തകൾ പുറത്തു വന്നപ്പോൾ വീട്ടിലെത്തിയ പ്രവർത്തകരെ കാണാൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായത്.
ഒന്നിലധികം സ്ത്രീകൾ തനിക്കെതിരെ ഉയർത്തിയ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും മറുപടി പറഞ്ഞില്ല. മുൻപ് 2 തവണ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെങ്കിലും വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ലായിരുന്നു. രാവിലെ മുതൽ അടൂരിലെ വീട്ടിൽ സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും രാഹുലിനെ കാണാനെത്തി. ഏറെ അടുപ്പമുള്ളവർ മാത്രം വീടിനുള്ളിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉച്ചയോടെ തിരുവല്ലയിൽ പാർട്ടി നിലപാടുകൾ തുറന്നു പറഞ്ഞതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളും പുറത്തുവന്നു. ഈ സമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്കെത്തി. ഉച്ചയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് സുഹൃത്തുക്കളിലൂടെ രാഹുൽ അറിയിച്ചു. എന്നാൽ ഏറെ സമയം കഴിഞ്ഞും അതുണ്ടായില്ല. വൈകിട്ടോടെ വീട്ടിലെ ഓഫീസ് മുറിയിൽ തന്നെ കാണാനെത്തിയവരുമായി അല്പസമയം ചിലവഴിച്ചു. മാധ്യമങ്ങളും മറ്റു പലരും തന്നെ കുറ്റവാളിയായാണ് ചിത്രീകരിക്കുന്നത് എന്ന നിലപാട് കഴിഞ്ഞ ദിവസം രാഹുൽ ആരോപിച്ചിരുന്നു. തന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢശക്തികളുടെ നീക്കമാണ് ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് പറഞ്ഞ രാഹുൽ പക്ഷേ തനിക്കെതിരെ തെളിവുകൾ നിരത്തി പുറത്തുവന്ന ആരോപണങ്ങളിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. വിവാദങ്ങൾക്കു പിന്നാലെ 6ാം ദിവസവും കൃത്യമായി പ്രതികരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സസ്പെൻഷൻ നടപടികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ പ്രതികരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിക്കുന്നതിന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമയം കണ്ടെത്തിയത്. രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദമേറുമ്പോൾ വ്യത്യസ്ത അഭിപ്രായമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ രാജി വേണമെന്നും വേണ്ടെന്നുമാണ് നേതാക്കളുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്വാഗതാർഹമെന്നാണ് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചത്. രാഹുൽ രാജിവെക്കണമെന്ന അഭിപ്രായമില്ലെന്നും വനിതാ നേതാക്കൾ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കാര്യമായ പ്രശ്നമാണ്. പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു. എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തീരുമാനമാണ് പാർട്ടിയെടുത്തതെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞതിന് മുകളിലൊന്നും പറയാനില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. സസ്പെൻഷൻ പാർട്ടി ധാർമ്മികത ഉയർത്തിയെടുത്ത തീരുമാനമാണെന്ന് T. സിദ്ദിഖ് MLA കോഴിക്കോട് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേതൃത്വം നടപടിയെടുത്തു. ആരോപണം ഉന്നയിക്കുന്ന MP രാജേഷ് ആത്മവിമർശനം നടത്തണമെന്നും T. സിദ്ദിഖ് വ്യക്തമാക്കി. കേരളത്തിലെ പൊതുസമൂഹത്തിനോട്, സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ്. രാഹുലിന്റെ വിഷയം പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് മാത്യു കുഴൽനാടൻ MLAയും പ്രതികരിച്ചു. മാതൃകാപരമായ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത്. രാഹുൽ വിഷയം കോൺഗ്രസിന് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയതെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളുടെ ഗൗരവം പരിഗണിച്ച് പാർട്ടി എന്ന നിലയിൽ എടുക്കേണ്ട ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നതാണ്. ഇത്രയും ജീർണമായ അവസ്ഥ ഒരു കാലത്തും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന് പലതും അറിയാമെന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു. രാജിക്ക് പകരം നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തട്ടിപ്പും നാടകവുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ADGP MR അജിത് കുമാറിന് വീണ്ടും തണലൊരുക്കി സർക്കാർ. മുൻ DGP നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി. റവാഡ ചന്ദ്രശേഖരനോട് നിലവിലെ റിപ്പോർട്ട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത്. അജിത് കുമാറിനെതിരായ പൂരം റിപ്പോർട്ട്, P. വിജയൻ നൽകിയ പരാതിയിന്മേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത്. അജിത് കുമാറിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതാണ് 2 റിപ്പോർട്ടുകളും. തൃശൂർ പൂരം കലക്കലിൽ MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല. സ്ഥലത്തുണ്ടായിട്ടും മന്ത്രി വിളിച്ചിട്ടും ഫോൺ എടുക്കുകയോ സംഭവ സ്ഥലത്തെത്തുകയോ ചെയ്തില്ല. കുറ്റകരമായ അനാസ്ഥയാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ട് P. വിജയനെതിരെ MR അജിത് കുമാർ നൽകിയ തെറ്റായ മൊഴിയെക്കുറിച്ചുള്ളതാണ്. P. വിജയന് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് MR അജിത് കുമാർ മൊഴി നൽകിയിരുന്നു. DGPക്ക് ഇതിനെതിരെ P. വിജയൻ പരാതിയും നൽകിയിരുന്നു. 2 സംഭവത്തിലും അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും സർക്കാരിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നുമായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്.
നിലവിലെ DGP-യായ റവാഡ ചന്ദ്രശേഖറിന് ഈ റിപ്പോർട്ട് തിരിച്ചു നൽകിയിരിക്കുകയാണ്. DGP റിപ്പോർട്ട് പഠിച്ച് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുകയോ വേണമെന്നാണ് സർക്കാർ DGP-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. ഒരു MLA-യുടെ പരാമർശങ്ങൾ മാത്രമാണ് കേസിന്റെ കാരണമെന്ന് ഹർജിയിൽ പറയുന്നു. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ല എന്നും അജിത് കുമാർ വാദിക്കുന്നു. വിജിലൻസ് റിപ്പോർട്ട് കോടതി ശരിയായി വിലയിരുത്തിയിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി. വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ച കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ അപേക്ഷകന് നൽകണമെന്ന് കമ്മീഷൻ 2017 ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ചത്. ഇത് ചോദ്യം ചെയ്ത് സർവകലാശാല സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് സച്ചിൻ ദത്തയാണ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സർവകലാശാലയിൽ നിന്ന് 1978 BA പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയെന്നും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്നും വിവരാവകാശ അപേക്ഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. 1978 ഡൽഹി സർവകലാശാലയിൽ നിന്ന് BA ബിരുദം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നൽകണമെന്നാണ് അപേക്ഷകൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ച കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2016 മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിദ്യാഭ്യാസ യോഗ്യതകൾ പരസ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഈ വിഷയം പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ 1978 നൽകിയ എല്ലാ BA ബിരുദങ്ങളുടെയും വിവരങ്ങൾ ആവശ്യപ്പെട്ട് നീരജ് ശർമ്മ എന്നയാൾ ഒരു വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സർവകലാശാല അത് വെളിപ്പെടുത്താൻ വിസമ്മതിച്ചിരുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ പട്ടിക അടങ്ങിയ രജിസ്റ്റർ പരസ്യമാക്കാൻ ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ വീണ്ടും ഉത്തരവിറക്കി. എന്നാൽ സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കുകയും നീരജ് ശർമ്മയ്ക്ക് നോട്ടീസ് അയക്കുകയും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം. തെക്കൻ ഗാസയിലെ ആശുപത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗാസയിലെ ആശുപത്രിയിൽ കൊല്ലപ്പെട്ടവരിൽ 4 മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നു. അൽ ജസീറ ക്യാമറമാനും റോയിട്ടേഴ്സിലെ ഫോട്ടോഗ്രാഫറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ജാഗ്രതയോടെ സംസ്ഥാനം. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 18 പേരാണ് ചികിത്സയിലുള്ളത്. അതിനിടയിൽ രോഗവ്യാപനം തടയാൻ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും ടാങ്കുകൾ വൃത്തിയാക്കാനും തീരുമാനിച്ചത്. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരള മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ക്യാമ്പയിനിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കെടുക്കണം. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തെയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കണം. ഈ വർഷം 41 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകളാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 18 ആക്റ്റീവ് കേസുകളാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് കേസുകൾ കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ വടക്കൻ കേരളത്തിലെ സാഹചര്യത്തെയും അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. വയനാട് സ്വദേശിയായ 30-കാരന് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 ആയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. അമൃത വിശ്വവിദ്യാപീഠം ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയന്റ് ഫ്യൂച്ചേഴ്സ് സംഘടിപ്പിക്കുന്നു. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്നത്. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമാകും. സുസ്ഥിര വികസനത്തിലും ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന സർവകലാശാലയാണ് അമൃത വിശ്വവിദ്യാപീഠം. വിവിധ വിഷയങ്ങളിലുള്ള ഗവേഷണത്തിലൂടെ ആഗോള വെല്ലുവിളികളെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം നടത്തിവരുന്നുണ്ട്. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് റെസിലിയന്റ് ഫ്യൂച്ചേഴ്സ് എന്നിവരുമായി സഹകരിച്ചാണ്
അമൃത വിശ്വവിദ്യാപീഠം അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. കാലാവസ്ഥ, പരിസ്ഥിതി പുനഃസ്ഥാപനം, സുസ്ഥിരത തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കേന്ദ്ര കൃഷി, കാർഷികക്ഷേമ, ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, യുനെസ്കോ ഡൽഹി ഓഫീസ് ഡയറക്ടറും ഇന്ത്യ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധിയുമായ ഡോക്ടർ ടിം കേർട്ടിസ്, കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഡെവലപ്മെന്റ് കമ്മീഷണറുമായ ഉമ മഹാദേവൻ ദാസ് ഗുപ്ത IAS, നബാർഡ് ചെയർമാൻ KV ഷാജി എന്നിവർ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. International Conference on Sustainable and Resilient Futures, Bridging Science, Policy and Practice എന്ന കോൺഫറൻസ് നടത്തുകയാണ്. ഈ കോൺഫറൻസ് അമൃത യൂണിവേഴ്സിറ്റിയുടെ യുനെസ്കോ ചെയർ ഫോർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റും സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. അമൃതയിൽ യുനെസ്കോ ചെയർ സ്റ്റാർട്ട് ചെയ്തത് 2020-ലാണ്. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് യുനെസ്കോ ചെയർ നടക്കുന്നത് സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇത്രയും വലിയൊരു കോൺഫറൻസ് നടക്കുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് 700-ലധികം പാർട്ടിസിപ്പൻസ് ആണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ കോൺഫറൻസിലേക്ക് എത്തുന്നത്. 4 ദിവസങ്ങളിലായി 60-ലധികം പ്രഭാഷണങ്ങൾ, ഹാക്കത്തോണുകൾ, സിംബോസിയങ്ങൾ, NGO കോൺക്ലേവ്, ശില്പശാലകൾ, പ്രബന്ധാവതരണങ്ങൾ, ചർച്ചകൾ എന്നിവയും കോൺഫറൻസിന്റെ ഭാഗമായി നടക്കും. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമൃതപുരിയിലെ ഈ അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കും. 3 യുനെസ്കോ ചെയറുകൾ ലഭിച്ച ഇന്ത്യയിലെ ഏക സർവകലാശാല എന്ന നിലയിൽ അറിവിലൂടെയും സഹകരണത്തിലൂടെയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾ വളർത്തി സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനുമായാണ് അമൃത വിശ്വവിദ്യാപീഠം അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. യാംബുവിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കാൻ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് VFS ഉദ്യോഗസ്ഥർ സെപ്റ്റംബർ 5-ന് യാംബു മേഖല സന്ദർശിക്കും. യാംബുവിലെ ഹയാത്ത് ദവ്വ ഹോട്ടലിലാണ് സന്ദർശനം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും ആവശ്യമായ സേവനങ്ങൾ ലഭിക്കും. പാസ്പോർട്ട് പുതുക്കൽ തുടങ്ങിയ സേവനങ്ങൾ ആവശ്യമുള്ള യാംബു മേഖലയിലെ പ്രവാസികളായ ഇന്ത്യക്കാർ ഈ അവസരം ഉപയോഗിക്കണമെന്ന് കോൺസുലേറ്റ് അധികൃതർ അറിയിച്ചു. സേവനം ആവശ്യമുള്ളവർ സന്ദർശന തീയതിയുടെ തൊട്ടുമുമ്പുള്ള 7 ദിവസത്തിനുള്ളിൽ നിശ്ചിത ലിങ്ക് ഉപയോഗിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലായിരിക്കും അപ്പോയിൻമെൻറ്റ് ലഭിക്കുക. സമുദ്ര പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് കുവൈറ്റിലെ എൻവയോൺമെൻറ്റ് പബ്ലിക് അതോറിറ്റി. കടൽ മനഃപൂർവ്വം മലിനീകരിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ തുടരുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ആർട്ടിക്കിൾ 68 പ്രകാരം ദോഷകരമായ വസ്തുക്കൾ ഉപയോഗിച്ച് കടൽ മലിനീകരിക്കുന്ന ഏതൊരാൾക്കും 6 മാസം വരെ തടവോ 2 ലക്ഷം കുവൈറ്റി ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. നിരോധിക്കപ്പെട്ട മലിനീകരണ വസ്തുക്കളിൽ എണ്ണയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും, വിഷമുള്ള ദ്രാവകങ്ങളും, മാലിന്യങ്ങളും, സംസ്കരിക്കാത്ത മലിനജലം, രാസവസ്തുക്കൾ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ദോഷകരമായ ഊർജ്ജ രൂപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ ചെമ്മീൻ മത്സ്യബന്ധന സീസൺ തുടങ്ങിയതോടെ വലിയ വരുമാനം പ്രതീക്ഷിക്കുന്നതായി കുവൈറ്റി ഫിഷർമെൻസ് യൂണിയൻ. മത്സ്യബന്ധനം നിയന്ത്രിക്കേണ്ടതിൻ്റെയും മത്സ്യബന്ധന മേഖലയെ വികസിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും യൂണിയൻ സെക്രട്ടറി ജനറൽ ബറാക്ക് അൽ സുബെ പറഞ്ഞു. മത്സ്യസമ്പത്ത് കൂടുതലുള്ള പല മേഖലകളിലും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ടാരിഫ് ഉടമകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റ് ഉൾക്കടലിലെ മിഡ് മേഖലയിൽ മത്സ്യബന്ധനം പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ മധ്യവേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാനിരിക്കെ സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ വ്യാപകമായ പരിശോധന. വില നിയന്ത്രണം, ഗുണനിലവാരം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അൽമിർ ഖാബ് പ്രദേശത്തെ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. സ്കൂൾ ബാഗുകളിൽ വിലയോ നിർമ്മിച്ച രാജ്യത്തിൻ്റെ പേരോ രേഖപ്പെടുത്താത്ത നിയമലംഘനമാണ് ഇതിൽ പ്രധാനം. ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച രാജ്യത്തിൻ്റെ പേര് പരിശോധിച്ച് യഥാർത്ഥ ഉൽപ്പന്നങ്ങളും വ്യാജ ഉൽപ്പന്നങ്ങളും തമ്മിൽ തിരിച്ചറിയണമെന്ന് അധികൃതർ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. സൗദിയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫർ ഉത്സവത്തിന് തുടക്കമിട്ട് ലുലു ഓൺ സെയിൽ സൗദിയിൽ മടങ്ങിയെത്തുകയാണ് ഇപ്പോൾ. ഓഗസ്റ്റ് 27 മുതൽ 30 വരെ 4 ദിവസം നീളുന്ന മെഗാ ഓഫർ ഷോപ്പിംഗിൻ്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിവിധ കാറ്റഗറികളിലായി ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ലുലു ഓൺ സെയിലിൻ്റെ ഭാഗമായി ഗ്രോസറി, ബേക്കറി, വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, ഫാഷൻ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് അടക്കം എല്ലാ കാറ്റഗറികളിലും
ഉൽപ്പന്നങ്ങൾക്ക് ഫ്ലാറ്റ് 50 ഓഫറുകൾ ലഭിക്കും. മുൻ വർഷം ഉപഭോക്താക്കൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച് വൻ വിജയമാക്കിയ ലുലു ഓൺ സെയിൽ ഇത്തവണ കൂടുതൽ വിപുലമാക്കിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ KSA ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ഉപഭോക്താക്കൾക്കായി കൂടുതൽ വ്യത്യസ്ത കാറ്റഗറികളിലും ഉൽപ്പന്നങ്ങളിലും ഫ്ലാറ്റ് 50 ഓഫറുകൾ ഒരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ സ്വദേശികളായ ശ്രീകുമാറും ഭാര്യ രശ്മിയും താമസിക്കുന്ന ദുബായിലുള്ള വീടിനെ ഗണപതി വീടെന്ന് വിശേഷിപ്പിക്കാം. അവിടെ എത്തുന്ന ഏതൊരാൾക്കും ആ വിശേഷണം ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. വ്യത്യസ്തങ്ങളായ ഗണപതി രൂപങ്ങളാണ് ഈ വീടിനെ അലങ്കരിക്കുന്നത്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. വീട്ടിലുണ്ടായിരുന്ന ചെറുഗണപതി രൂപങ്ങൾ അവിചാരിതമായി നഷ്ടപ്പെട്ടു പോയതിൽ നിന്നുമാണ് ശ്രീകുമാറിന്റെയും രശ്മിയുടെയും ഗണപതി രൂപശേഖരത്തിന്റെ കഥ തുടങ്ങുന്നത്. ഇന്നിപ്പോൾ 100-നടുത്ത് ഗണപതി രൂപങ്ങളാണ് ഇവിടെയുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത ഇവയെല്ലാം തികച്ചും വ്യത്യസ്തമായ ഗണപതി രൂപങ്ങളാണ് എന്നതാണ്. അപൂർവമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഗണപതി രൂപങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. തുമ്പിക്കൈക്ക് മുകളിൽ കണ്ണടയൊക്കെ വെച്ച് കണക്കുകൾ പരിശോധിക്കുന്ന ഗണപതി, റോക്കിംഗ് ചെയറിലിരുന്ന് ആടുന്ന ഗണപതി, വാമന രൂപത്തിൽ കയ്യിൽ ഓലക്കുടയുമായി നിൽക്കുന്ന ഗണപതി, ഉണ്ണിക്കണ്ണൻ്റേതുപോലെ മുട്ടിലിഴയുന്ന കയ്യിൽ വെണ്ണയുള്ള ഗണപതി എന്നിങ്ങനെ ഭംഗി കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നിരവധി ഗണപതി രൂപങ്ങൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും എന്നുവേണ്ട എയർപോർട്ടുകളിലെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളിൽ നിന്നും വരെ ഗണപതി രൂപങ്ങളെ വാങ്ങാറുണ്ട് രശ്മിയും ശ്രീകുമാറും. വ്യത്യസ്തങ്ങളായ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഗണപതി രൂപങ്ങളാണ് ഈ ശേഖരത്തിലെ മറ്റൊരു ആകർഷണം. തബലയും മൃദംഗവും കൈമണിയുമൊക്കെയായി ആ ചെറുഗണപതികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെ. ഈ ഫ്ളാറ്റിലെ ഒരു ഭിത്തിയിൽ മുഴുവൻ ഗണപതി രൂപങ്ങളാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഗണപതി തന്നെ. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഗണപതികളെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളെ ഒരു മൂഡ് ഓഫ് വരുന്ന സമയം, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ വരുന്ന സമയം, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഈ ഗണപതികളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപങ്ങളും ഭാവങ്ങളും അത് നമ്മൾക്ക് മനസ്സിന് വളരെയധികം റിലീഫ് തരും. ശ്രീകുമാറിന്റെയും രശ്മിയുടെയും ഈ ശേഖരത്തെക്കുറിച്ചറിഞ്ഞ് സുഹൃത്തുക്കളും അവരുടെ യാത്രകളിൽ നിന്നും കണ്ടെത്തുന്ന ഗണപതി രൂപങ്ങളെ സമ്മാനമായി നൽകാറുണ്ട്. വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ഗണപതി വിഗ്രഹങ്ങളുമുണ്ട് ഈ ശേഖരത്തിൽ. അവയിൽ പലതിനും ലക്ഷങ്ങളുടെ വിലയുമുണ്ട്. പണത്തിന്റെ മൂല്യം എന്നതിനേക്കാൾ ഇവയിൽ പലതും മറ്റൊരിടത്തും കാണാൻ സാധ്യതയില്ല എന്നതാണ് ഈ ശേഖരത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. 108 എന്ന എണ്ണമെത്തുമ്പോൾ ഗണപതി ശേഖരം തൽക്കാലം നിർത്തണമെന്നാണ് ഇപ്പോൾ ശ്രീകുമാറും രശ്മിയും ആലോചിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഗണപതി രൂപങ്ങളായിരിക്കണം ഓരോന്നും എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ബുദ്ധിമുട്ട്. എങ്കിലും അത് സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. വിഘ്നേശ്വരന്റെ വീടെന്ന് തന്നെ ദുബായിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിയായ ശ്രീകുമാറിന്റെയും രശ്മിയുടെയും ഈ വീടിനെ വിശേഷിപ്പിക്കാം. പുതിയൊരു ഗണപതി വിഗ്രഹം തേടിയുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് അവർ. ദുബായിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. നജ്റാൻ KMCC സെൻട്രൽ കമ്മിറ്റി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മ ദിനവും രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ഫോർ ചോരി ക്യാമ്പയിനും കമ്മിറ്റിയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അബ്ദുൾ സലീം ഉപ്പള അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ സംസാരിച്ചു. കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന ജയകുമാർ അന്തരിച്ചു. തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശിയാണ്. 70 വയസ്സായിരുന്നു. കുവൈറ്റിലെ അൽജഹറ ടൂറിസ്റ്റിക് കമ്പനിയിൽ മെയിൻ്റനൻസ് മാനേജരായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റ്, ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ്, സംസ്കൃതി കുവൈറ്റ് തുടങ്ങിയ സംഘടനകളിലെ സജീവ പ്രവർത്തകൻ ആയിരുന്നു. അമൃത TVയുടെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓണത്തിന് പ്രേക്ഷകർക്കുള്ള ലക്ഷങ്ങളുടെ വമ്പൻ സമ്മാനങ്ങൾ നാളെ മുതൽ. അത്തം മുതൽ 12 ദിവസം ഓരോ മണിക്കൂറും അമൃത TVയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്നവർക്കാണ് സമ്മാനം. അമൃത TV 20ാം ആഘോഷ നിറവിൽ അമൃത TV പ്രേക്ഷകർക്ക് ഈ ഓണം സമ്മാന പെരുമഴയുടേതാണ്. നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ഓരോ മണിക്കൂറിലും അമൃത TV കാണുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വാട്സാപ്പിലോ സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം രേഖപ്പെടുത്തുക. ഓരോ മണിക്കൂറിലും തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് സമ്മാനം നൽകും. ഓരോ ദിവസവും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രേക്ഷകന് 1 ലക്ഷം രൂപ മെഗാ സമ്മാനമായി നൽകും.
അമൃത TV പ്രേക്ഷകർക്കായി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ അമൃത TV കാണുന്ന ഓരോ മണിക്കൂറിലും QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് ശരി ഉത്തരം അയക്കാവുന്നതാണ്. ഓരോ ദിവസവും കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. കൂടാതെ ഓരോ മണിക്കൂറിലും മറ്റ് നിരവധി സമ്മാനങ്ങളും. അമൃത TV പ്രേക്ഷകർക്ക് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരവും. ഈ ഓണത്തിന് അമൃത TV പ്രേക്ഷകർക്ക് 12 ദിവസങ്ങൾ കൊണ്ട് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഓണം ആഘോഷിക്കൂ അമൃത TVയോടൊപ്പം. ഈ ഓണത്തിന് നമ്മൾ അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ബസ് പര്യടനം ആരംഭിച്ചു. വള്ളംകളി എക്സ്പ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ബസിൻ്റെ ആദ്യ പര്യടനം PP ചിത്തരഞ്ജൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ ജേമ എന്നിവർ പങ്കെടുത്തു. ഇനി കായിക വാർത്തകൾ നോക്കാം. സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേഷൻസ് കപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂപ്പർ താരം സുനിൽ ഛേത്രിയും മലയാളി താരം സഹൽ അബ്ദുൽ സമദും ടീമിലില്ല. 3 മലയാളി താരങ്ങൾ ഇടം നേടി. ജിതിൻ MS, ആഷിഖ് കരുണിയൻ, മുഹമ്മദ് ഉവൈസ് എന്നിവരാണ് ടീമിൽ ഇടം നേടിയ താരങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.